എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല അല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ വല്ലയിടത്തും പോകുമ്പോ കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന്? ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും വരുന്നില്ല, ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കോളാം. ആ ആശാനും ഉണ്ടല്ലോ. ചേട്ടാ, ഇവളിതെങ്ങനെ മനസ്സിലാക്കുന്നു? ഇവളിതെങ്ങനെ കണ്ടുപിടിക്കുന്നു? മനസ്സിലാവുന്നില്ലല്ലോ. മെല്ലെ വരാതിരിക്കാൻ വേണ്ടി ബബിൾക്കും തിന്നു, സ്പ്രേയും അടിച്ചു, ഇവള് കണ്ടുപിടിച്ചു. ഇതാ പറയുന്ന വൈഫിന് അല്ലേ അളിയാ? ഞാൻ അളിയനോട് പറഞ്ഞല്ലേ അളിയ, ഞാൻ ഓടിക്കാന്ന്. ഇപ്പൊ അവക്ക് മനസ്സിലായില്ലേ എങ്ങനെ ഇരിക്കുന്നു? അവളോട് പാട്ടിന് പോയി. ശരിയാ, നീ ഇരുന്നാ മതിയായിരുന്നു. 9ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി, ഇത് വീഡിയോ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ കണ്ട അനുഭവമാണ്. 9ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ +1 പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം. എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല, 2ാമത്തെ നിലയിൽ. അപ്പൊ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. ഇവനെ നോക്കിയേ, ഇവനെ ഇപ്പൊ നോക്കിയിട്ട് എന്ത് ഭാവമാണ് അവന്റെ മുഖത്തുള്ളത്? കള്ളലക്ഷണമുണ്ട്. കള്ളലക്ഷണമുണ്ട്. അല്ല, അവൻ എന്റെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോ ഒരു ഭയം കാണാം, അല്ലെ? ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ അവനെ ദത്തെടുത്തിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ അവന്റെ മുഖം എന്തായിരിക്കും? ഇപ്പൊ ഒരു ചെറു ചിരിയില്ലേ ഉണ്ട്. ഇനി ഇവന് തലവേദനയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ചോദ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടായിരിക്കും പിന്നെ പറയാം. ഇവന് തലവേദന എടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് നോക്കിയാൽ വേദന അറിയാൻ പറ്റും, അല്ലേ? അതുപോലെ നമ്മുടെ പെൺമക്കളുടെ ആയാലും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, സങ്കടമാണോ, അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തേക്ക് നോക്കണം. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുമ്പോൾ മുഖത്തേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തത്, അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം, എന്താണ് അവരുടെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കണം. അത് മനസ്സിലാക്കണം. 2ാമത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മുഖത്ത് നോക്കി 2 വാക്ക് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖഭാവം നമുക്കറിയാൻ പറ്റും, അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതിന് കാരണം മനസ്സിലായോ? അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കുമോ? വായിക്കത്തില്ലല്ലോ, നല്ല ശീലമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ 2500 വില വരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി. ആ 4ാം ക്ലാസ്സുകാരിയായ 9കാരിക്ക് എവിടുന്നാണ് ഇലക്ട്രോണിക് സിഗരറ്റ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടുന്ന് കിട്ടി? 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA. എന്താണ് MDMA അറിയോ? മാരകമായ മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് അറിയണ്ടേ? 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം എന്തായി? ആ കുട്ടിയെ ഈ MDMA ചെറുതായി